ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഓവർ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ബോഡി ഷേമിങ് വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ഒരുപാട് പേര് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബോഡി വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്ന് നോക്കാം. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഒരു മാസം കൊണ്ട് എങ്ങനെ 10 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ 8 കിലോ ഒരു ഫംഗ്ഷന് വേണ്ടി അർജൻറ്റായിട്ട് എങ്ങനെ കുറയ്ക്കാം, അങ്ങനെ കുറച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. നമ്മൾ കൃത്യമായൊരു ഡയറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 8 കിലോയും 10 കിലോയും ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ്. പക്ഷെ ചിലർക്കൊക്കെ ഇത് നമുക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? അവരെടുക്കുന്ന ഡയറ്റിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കൃത്യമായൊരു വ്യായാമം ഉണ്ടാവില്ല. നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അമിതവണ്ണം എന്ന് നോക്കാം. അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാകും വിധം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എത്രയാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് കിലോഗ്രാമിൽ എടുക്കുക, അതിനെ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിൽ ഹരിച്ച് കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുക. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്ത് കിട്ടുന്ന വാല്യൂ 18നും 25നും ഇടയിലാണെങ്കിൽ അതിന് നമ്മൾ നോർമലായിട്ട് കൂട്ടും. 18ന് താഴെയുള്ളവരെ നമ്മൾ അണ്ടർ വെയിറ്റ് എന്നും 25നും 30നും ഇടയിലുള്ളതാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുക. 30ന് മുകളിൽ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പൊണ്ണത്തടിയായിട്ടും കൂട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നത്? അമിതവണ്ണം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്. നമ്മൾ വലിച്ചു വാരി കഴിക്കുക, നമ്മൾ ആവശ്യത്തിലും കൂടുതൽ കഴിക്കുക, അത് നമ്മൾ ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് അമിതവണ്ണം വരുന്നത്. ഇത് കൂടാതെ തന്നെ ചില എൻഡോജീനിയസ് കണ്ടീഷൻസ്, അതായത് നമുക്ക് ചില അസുഖങ്ങളുണ്ടെങ്കിൽ, തൈറോയിഡിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ PCOD പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക്, ഇപ്പം ഒരു സ്ട്രെസ്സോ മെൻ്റൽ ടെൻഷനോ ഉണ്ടെങ്കിൽ അമിതമായിട്ട് ഫുഡ് വലിച്ചു വാരി കഴിക്കുക, ഇങ്ങനെ പല കണ്ടീഷൻസും ഉണ്ടാകും. ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് വണ്ണം കൂടുതലുള്ളവരെ കാണാൻ പറ്റും. ചില മെഡിസിൻസ് ഒക്കെ എടുക്കുക, സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വണ്ണം കൂടുന്നവരുണ്ടാവും. ഇതിനോടൊപ്പം തന്നെ കൃത്യമായൊരു വ്യായാമം ഇല്ല, ഒരു ലേസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതും നമുക്ക് അമിതവണ്ണത്തിലോട്ട് എത്തും. ഈ ഒരു കാരണങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മളാരും വലുതായിട്ടൊന്നും നമ്മുടെ ശരീരത്തിനെ പറ്റി ആലോചിക്കാറില്ല. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പൊട്ടിമുളയ്ക്കുമ്പോഴാണ് നമ്മൾ അമിതവണ്ണമാണല്ലോ ഇതിനൊരു പ്രശ്നമെന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മൾ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. നമുക്കറിയാം, അമിതവണ്ണം കൂടുന്നതിനുകൊണ്ട് നമുക്കിന്ന് ഹാർട്ട് കംപ്ലയിൻസ്, അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളും മറ്റ് മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള ഡയബറ്റിസ്, കൊളസ്ട്രോൾ, BP ഇവയെല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. ഇവയെല്ലാം ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ഹാർട്ട് ഫെയിലിയറിലോട്ടൊക്കെയാണ് എത്തുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മധ്യവയസ്കരെ മാത്രമായിരുന്നു ഒരു